ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. പെട്ടെന്ന് ലാഗാക്കാതാണ് നമ്മൾ പോകുന്നത്. സ്വന്തം പൗച്ചായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ കെട്ടി വെക്കാനാണ്. ഹെയർ കെട്ടി വെക്കാൻ വേണ്ടി ഞാൻ ഹാൻഡ് ആൻഡ് യൂസ് ചെയ്ത് മസാജ് ചെയ്തിട്ടാണ് കെട്ടി വെക്കുന്നത്. അതാണ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ. പക്ഷെ മറ്റേ ചെയ്യുമ്പോൾ കോമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. കുറേ വൃത്തിയൊക്കെ ഇരുന്ന സമയമൊന്നും കിട്ടുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഒന്ന് ബണ്ണ് പോലെ കെട്ടി വെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുന്നേയും ചെയ്യണം. ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ പൗച്ച് എന്തോ ഒരു സംഭവം ഞാൻ എടുക്കാൻ പോകും. എനിക്ക് ഓർമ്മയില്ല, ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെ ചാരി വെക്കേണ്ട സ്ഥലം നോക്കണം. പക്ഷെ ചാരി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെ തന്നെ ഞാൻ കൊണ്ടുവച്ചു. അത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഒരു ഹെയർ ബോ പിന്നെ എനിക്ക് കിട്ടി. അത് സ്കിൻ കെയർ ഞാൻ എപ്പോഴും ചെയ്യുന്ന സംഭവമാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു എന്തായിരിക്കും നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നല്ല ഡ്രസ്സല്ലേ? ഞാൻ മാക്സിൽ നിന്ന് എടുത്താട്ടോ. ലിങ്ക് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഞാൻ മാക്സിൽ പോയി മേടിച്ചതാട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ വൈറ്റമിൻ സി പ്ലമ്മിൻ്റെ സംഭവമായിട്ടോ എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴും നൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ യൂസ് ചെയ്യും. ചില ദിവസങ്ങളിൽ കേട്ടോ. ചെറിയൊരു പനിയുടെ കോളുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഇല്ലാത്ത മൂക്കടപ്പാണ്. ഇത്ര നമ്മൾ ഒത്തിരി എടുക്കുന്നില്ല കേട്ടോ. ഒത്തിരി ആവശ്യമില്ല. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഫേസ് ഫുള്ള് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അത്രയൊക്കെ വന്നു കേട്ടോ. ഞാൻ നല്ല ഭംഗിക്കാണ് ഞാൻ എടുത്താണ്. അപ്പം നമ്മൾ ഇതാണ് എൻ്റെ നീക്ക പ്ലമ്മിൻ്റെ സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അത് സർക്കുലർ മോഷനിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചലഞ്ച് 7 days ചലഞ്ച് എടുക്കാൻ പോവാണ്. അത് ആലോചിച്ചിട്ടേ ഉള്ളൂ. നമുക്കൊന്ന് 7 days ചലഞ്ച് അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഓണാവധിയാണ്. ഡെയിലി 7 മണിക്ക് നമുക്കിത് വരുന്നതാണ്. 7 മണിക്ക് രാവിലെയോ അത് വൈകിട്ടോ വരുന്നതാണ് എന്നാണ്. ചിലപ്പോൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എടുക്കും. ചിലപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്കോ വൈകിട്ട് 5 മണിക്കോ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ 10 മണിക്ക് 5 മണിക്കോ 10 മണിക്കോ 7 മണിക്കോ വരത്തുള്ളൂ ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഡേറ്റിൽ എല്ലാ ഡേറ്റ്സിലും ഞാൻ ഇടുന്നുണ്ട്. അപ്പം എനിക്ക് 27-ാം തീയതി എനിക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അന്ന് എനിക്ക് ഓണപ്പരിപാടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഒന്ന് ഇട്ടിട്ടുള്ളൂ. അന്നായിരുന്നു ഓണപ്പരിപാടി. അപ്പോൾ ഇന്ന് 28-ാം തീയതിയാണ്. അന്നാണ് ഞാൻ ഇതിടുന്നത്. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ജോയിയുടെ പറഞ്ഞ് പോയത് ഗൈസ്. ജോയിയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ ചില വേർഡ്സ് ഉണ്ട്. ഇപ്പം സിവിലൈസേഷൻ അങ്ങനെ എനിക്ക് കുറേ വേർഡ്സ് ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖം എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നല്ല ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ ഉള്ളതാണ് ചുവന്ന നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴക്കാണ് ഇവിടെ ഗൈസ്, എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്തതാണ്. നല്ല രസമില്ല. ഞാൻ നെയിൽസ് വെച്ചിട്ടുണ്ട്. ആ കയ്യിൽ 2 പോയി ഗൈസ്. നല്ല രസമാണ്. ഞാൻ സ്കിൻകൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണ്. അങ്ങനെയല്ല, ഇടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ റേഞ്ചിലാണ് ഞാനിപ്പം. നല്ല സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് തേക്കുന്നുണ്ട്. ഞാൻ രാത്രിയാണ് സ്കിൻ കെയറൊക്കെ ചെയ്തത്. രാവിലെ ഇടയ്ക്ക് വല്ലതും തോന്നുമ്പോൾ ചെയ്യും. രാവിലെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ബോൺ ശരിക്കും വെക്കുന്നുണ്ട്. ഹെയർ ഞാൻ ബണ്ണിങ്ങനെ കേട്ടോ. എൻ്റെ ലെയർ കട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നമ്മൾ ഇയറിങ്സ് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3rd സ്റ്റേജാണ് ചെയ്തിരിക്കുന്നത്, മോയ്സ്ചറൈസർ. നമുക്ക് 4th സ്റ്റേജ് നമ്മുടെ കയ്യിൽ ഇയറിങ്സ്, ചെയിൻ, മാല. അപ്പം നമ്മൾ ഡെയിലി ഇട്ട് കിടക്കുന്നതൊക്കെ ആണെങ്കിൽ വെച്ചോ. അല്ലാതെ ഡെയിലി ഇട്ട് കിടക്കാത്തതാണെങ്കിൽ അത് ഞാനൊരു ഇൻക്ലൂഡായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4th സ്റ്റേജ്. നല്ല മാരാമൺ കൺവെൻഷന് മേടിച്ചതാട്ടോ. 40 രൂപയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കോമ്പെടുത്തപ്പോൾ അതിനകത്ത് ഓപ്പൺ ചെയ്ത് എടുക്കാമായിരുന്നു. അപ്പം ഞാനത് അടച്ച് വെച്ചത് ഗൈസ്. കടിക്കുന്നു ഗൈസ്, അതാണ് നമുക്ക് പ്രശ്നം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു ഗിവ് അവേ അല്ല, നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ.